ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു സിനിമയിൽ പാടണം. എന്റെ ഈ അവസ്ഥയിലോ? അതാ ഞാൻ പറഞ്ഞത്. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ അതാ നല്ല മാർഗമെന്ന് എനിക്ക് തോന്നി. നാം പേടിക്കണ്ടോ, കുറവുണ്ട്. കള്ളം എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാല് അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചു നോവില്ലേ? അത് സ്വാഭാവികമല്ലേ? അല്ലെങ്കിൽ പിന്നെ അവരെ ഈ നെഞ്ചു കിടത്തി ഉറക്കിയതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഇത് അവരുടെ സ്വന്തമല്ലേ പത്മിനി? അവരുടെ നെഞ്ചു കരഞ്ഞാൽ നമ്മുടെ നെഞ്ചും കൂടെ കരയും. അവർക്ക് വേദനിച്ചാൽ കൂടെ വേദനിക്കും. സംസാരിക്കാതെ കിടക്ക്. ശരി, ഞാൻ ഉറങ്ങിക്കോളാം. താൻ വെറുതെ കാത്തിരിക്കണ്ട കേട്ടോ. വരുണിന് നേരെ ആരെങ്കിലും ഒരാൾ കല്ലെടുത്തെറിഞ്ഞ അത് ഈ നെഞ്ചിലാ കൊള്ളുന്നെന്ന് എനിക്കറിയാം. കൃഷ്ണ, തീയിലകപ്പെട്ടതുപോലെയാ ഇപ്പൊ ഈ കുടുംബം. എന്നോട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വരുണിന്റെ അവസ്ഥ വല്ലാത്ത കഷ്ടാണ്. കുടുംബാംഗങ്ങളുടെ മുന്നില്, നാട്ടുകാരുടെ മുന്നില്, എന്തിന് എന്റെ മുൻപിൽ പോലും കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ പാടുപെടുക. എന്റെ വരുണിനെ എനിക്കറിയാം. ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നും ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് വരുണിന് വേണ്ടിയാ. ഇപ്പോഴത് തന്നെ എനിക്ക് വേണ്ടത്. വരുണിനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കണം. അത് തന്നെയാ വേണ്ടത്. ഹലോ. ആ, ഞാനാ മോളെ. ആ, എന്താ മാഡം? എന്താണ് അവിടുത്തെ അവസ്ഥ? മാഡത്തിന് അറിയാലോ. അറിയാം. പക്ഷേ അതും പറഞ്ഞ് മൂക്കും വരണ്ടും തല കുമ്പിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? ഞാനിപ്പോ ഒരു കാര്യം പറയാം, അത് മോൾ അനുസരിക്കണം. മാഡം പറയുന്ന എന്തെങ്കിലും കാര്യം ഞാൻ അനുസരിക്കാതിരിക്കോ? വേറൊന്നുമല്ല, ഒരു സിനിമയിൽ പാടണം. എന്റെ ഈ അവസ്ഥയിലോ? അതാ ഞാൻ പറഞ്ഞത്. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ അതാ നല്ല മാർഗമെന്ന് എനിക്ക് തോന്നി. നല്ല പടമാണ്, നല്ല ബാനർ. ഒരുപക്ഷെ ആ പാട്ട് മോളെ വലിയ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കും. പാടാൻ എനിക്കിഷ്ട, അതന്നെ ഏറ്റവും വലിയ ആഗ്രഹവും. പക്ഷെ ഇപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാൻ വരുണിനോട് സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുക. അത് വേണ്ട മാഡം. വരുണോട് ഇക്കാര്യം ഞാൻ പറഞ്ഞോളാം. വരുൺ ഓക്കെ ആണെങ്കിൽ ഞാൻ മാഡത്തിനെ തിരിച്ചു വിളിക്കാം. എന്തായാലും എന്റെ ഈ അവസ്ഥ മറികടക്കാൻ വേണ്ടി മാഡം ശ്രമിച്ചല്ലോ, നന്ദിയുണ്ട്. അമ്മയും മോളും ആയ നിമിഷം മുതൽ ഈ വാക്ക് നമുക്കിടയിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. വീണ്ടും വീണ്ടും ഞാനത് ആവർത്തിക്കണം. നിന്റെ മനസ്സ് വേദനിച്ച അത് ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും എനിക്കറിയാൻ പറ്റും. വരുണിനെതിരെയുള്ള ആരോപണങ്ങളായാലും നാട്ടുകാരുടെ ആക്ഷേപങ്ങളായാലും എല്ലാം മാറും. മോളൊന്ന് വരുണിനോട് സംസാരിക്കണം. ശരി. വരുൺ എതിർപ്പൊന്നും പറയില്ല, അതുറപ്പല്ലേ? ആ പ്രൊഡ്യൂസർ ഞാൻ തന്നെ പാടണമെന്ന് നിർബന്ധം പറഞ്ഞതാ. പിന്നെ ഞാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു.
ശ്യാമു പറഞ്ഞ അയാൾ തട്ടിക്കളയില്ലല്ലോ. അവൾക്കിതൊരു സന്തോഷായിക്കോട്ടെ. ഇപ്പൊ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തെടുക്കുക മാത്രമല്ല, അവളുടെ ഭാവി ഇതല്ലേ. എത്ര കാലം കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് അവളുടെ കഴിവുകൾ ഒതുക്കി വയ്ക്കാൻ പറ്റും? ശ്യാമ അതിന് മുൻഗണന കൊടുക്കുക തന്നെ വേണം. ചെയ്യൂ അടുത്തേ. എന്റെ മോളെ എന്നെക്കാൾ ഉയരത്തിൽ ഞാൻ എത്തിക്കും, അതുറപ്പാ. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാ എനിക്ക് പാടാൻ പറ്റുമെന്ന് ഞാൻ ഫിദ മാഡത്തോട് ചോദിച്ചു. പക്ഷെ ഫിദ മാഡം നിർബന്ധിക്കുക. താൻ പോണം, താൻ പാടണം. അല്ല വരുൺ, എടോ, തന്നെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നാടറിയുന്ന ഒരു പാട്ടുകാരിയാക്കി മാറ്റുക എന്നുള്ളതാ. ഈ കലാലോകത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, കൺമുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ കൈ നീട്ടി സ്വീകരിച്ചില്ലെങ്കിലേ എന്നെ അങ്ങോട്ടുള്ള കാലം മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ടി വരും എന്നുള്ളതാ. അവസരങ്ങൾ ഒരിക്കലേ വരൂ. ഇത് തന്റെ അവസരം. പക്ഷെ വരുൺ, ഇപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ പോലും എല്ലാരും ഇത് മോശമായിട്ടല്ലേ കാണൂ. കുടുംബം കത്തി നിൽക്കുമ്പോ പേരും പ്രശസ്തി ഉണ്ടാക്കാൻ പോയിന്ന് പറയില്ലേ? ആര് പറയുന്നു? അല്ലെങ്കിൽ തന്നെ ചുറ്റും നിൽക്കുന്നവർ എത്ര ആരോപണങ്ങളാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. അതൊക്കെ അവര് വിശ്വസിക്കട്ടെ, നമ്മൾ വിശ്വസിക്കാൻ പാടുണ്ടോ? മാത്രമല്ല, നമുക്കൊന്ന് റിലാക്സ് ആവുകയും ചെയ്യാം. താൻ പാടാൻ പോകുമ്പോ എനിക്ക് സ്റ്റുഡിയോയിൽ വരാം, അവിടെ നിൽക്കാം. കുറെ നേരമെങ്കിലും ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് ഒരു മോചനം കിട്ടുമല്ലോ. താൻ ഫിദ മേഡത്തിനെ വിളിച്ച് സമ്മതം പറ. വരുൺ, എന്നെ ഉയർന്ന നിലയിൽ എത്തിക്കണമെന്ന് വരുൺ ആഗ്രഹിക്കുന്നെന്ന് എനിക്കറിയാം. വരുണിന്റെ മനസ്സിൽ അക്കാര്യത്തില് ഒരു കളങ്കവും ഇല്ലെന്നും എനിക്ക് ഉറപ്പാ. പക്ഷെ ഇപ്പൊ ഒരു തടസ്സം പറഞ്ഞാല് അതെനിക്ക് വിഷമാവൂന്ന് ചിന്തിക്കരുത്. തനിക്ക് എന്താ അറിയേണ്ടത്? ഞാൻ ഈ പറയുന്നത് ഹൃദയം തുറന്നാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. തന്നെ ഞാൻ സ്നേഹിക്കുന്നത് ഹൃദയം തുറന്നാണെങ്കിൽ ഈ പറയുന്നതും അങ്ങനെ തന്നെയാ. ഇപ്പോ ഈ ചുറ്റുമുള്ള കള്ളക്കഥകളൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാഞ്ഞു പോകും. പക്ഷേ ആളുകളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പേര് എനിക്ക് കേൾക്കണം, രാധിക. അവർ മൂളുന്ന ഓരോ വരികളിലും തന്റെ പേര് അവര് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോ പേരെന്താ വെക്കേണ്ടതെന്ന് ചോദിക്കില്ലേ? ഞാൻ രാധിക വരുൺ എന്ന് വെക്കാൻ പറയട്ടെ. അതെന്തിനാ? വരുൺ പറയുന്ന പോലെ അങ്ങനെ ഒരു പ്രശസ്തി കിട്ടുമെങ്കിൽ ഈ പേരും ആളുകൾ പറയട്ടെ. എനിക്ക് സന്തോഷല്ലേ? അത് വേണോ? പിന്നെ അതെന്റെ അവകാശമല്ലേ. ഈ ലോകത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവകാശം.